ഗൈസ്, അപ്പം ഞാൻ ഇന്ന് എന്തിനാണ് വന്നിരിക്കുന്നത് വെച്ചാൽ ഇന്ന് എൻ്റെ വീട്ടിലൊരു ഹാപ്പിനെസ് ഉണ്ടായിട്ടോ. അപ്പം നിങ്ങളെയും കൂടി അത് കാണിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ പോരെ പോണ നേരത്തായിരുന്നു എൻ്റെ പൊന്നൂസിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവനോട് ഒരു ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുകയാണ്. എൻ്റെ വീട്ടിൽ മതിൽ പണി നടക്കുക കേട്ടോ. അതാണ് ബാക്കിൽ ഇങ്ങനെ പാറപ്പൊടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത്. ഹാപ്പിനെസ് എന്താ പറയുന്നതിന് മുന്നേ രണ്ട് അംഗങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം കേട്ടോ. ഒരാൾ ഇവളാണ്, നെക്സ്റ്റ് വന്നിട്ട് ഇവൾ കേട്ടോ. ഇവർ രണ്ടുപേരും ഈ വീട്ടിലെ ചെറിയ കുഞ്ഞുങ്ങളാണ്. ഇവർ വന്നിട്ട് കുണുങ്ങി നടക്കുന്ന മോഡൽസാണ്. ഇത് ഞങ്ങളുടെ തൊഴുത്താണ് കേട്ടോ. തൊഴുത്തിൽ ഇപ്പോൾ അത്യാവശ്യം പശുക്കളുണ്ട്, പക്ഷെ ഇതിനേക്കാളും കൂടുതൽ പശുക്കളുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ തൊഴുത്തിൽ. ഇവള് ഞാനും ഒട്ടും ചേരില്ല കേട്ടോ, എപ്പോൾ കണ്ടാലും അടിയാണ്. പക്ഷേ ഇവളെ കാണാനല്ല കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്, ഈ ചുന്തിരി കുട്ടീനെ കാണാൻ. നോക്ക് ഗൈസ്, എത്ര ക്യൂട്ടാണെന്ന്. അതെ ഗൈസ്, പുതിയൊരു കുഞ്ഞുവാവ ഉണ്ടായിരിക്കുകയാണ് വീട്ടിൽ. പെൺകുട്ടിയാണ്. അവൾക്ക് ഞങ്ങളൊരു പേരൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾ നല്ലൊരു പേരുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യണം കേട്ടോ കമൻറ്റ് ബോക്സിൽ. ഓക്കെ, ഇവൻ വന്നിട്ട് ഭയങ്കര വികൃതിയാണ് കേട്ടോ, പക്ഷെ എൻ്റെ മുന്നിൽ പാവാണ്. ഇടയ്ക്കൊക്കെ സ്വഭാവം മാറും. പിന്നെ ഇവൾ മെല്ലെ എണീറ്റ് നടന്ന് തുടങ്ങിയിട്ടുണ്ട്. പുറത്തേക്കൊക്കെ ഇറങ്ങി ചാടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവൾക്കാണെങ്കിലോ ഞാനിവിടെ നിൽക്കുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നെ കുത്താനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇറങ്ങി പോടിയെന്ന് പറയാൻ. മാട് പ്രസവിച്ചിട്ട് 10 ദിവസം അതിൻ്റെ പാലെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ആ പാല് നമ്മൾ കറന്നിട്ട് നേരെ ഒരു സ്ഥലം വരെ പോവുകയാണ്. നമ്മൾ നടന്ന് പോകുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു തോട്ടിലേക്കാണ് കേട്ടോ. തോട്ടിൽ വന്നിട്ട് നമ്മൾ ഈ പാല് ഒഴിച്ച് കളയാനായിട്ട് പോവുകയാണ്. നോക്കൂ ഗൈസ്, എൻ്റെ നാട് എത്ര മനോഹരമാണെന്ന്. അപ്പോൾ നമ്മളങ്ങനെ തോട്ടിലെത്തി. അപ്പോൾ തോട്ടിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. മഴ സമയത്തൊക്കെ നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ ഈ പാൽ ഒഴിച്ച് കളയാണ്. വല്ലാത്ത സങ്കടമൊക്കെ ഉണ്ട്. നമുക്കത് കുടിക്കാൻ പറ്റില്ല ഗൈസ്. അതുമല്ല പട്ടികൾക്കൊന്നും അധികം കൊടുക്കാൻ പറ്റില്ല, അവർക്ക് വയറിളക്കാൻ പിടിക്കും. അതുകൊണ്ട് നമുക്കത് ഒഴിച്ച് കളയേണ്ട വഴിയില്ല. അപ്പോൾ ഞാനങ്ങനെ വീട്ടിലേക്ക് പോയി ഗൈസ്. അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ കേട്ടോ. ചേച്ചാ ബൈ ബൈ ഉമ്മ.